ഞാൻ ഈ ഡേവിഡ് ഫിഞ്ചറിൻ്റെ ഫിലിംസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫിലിം മേക്കറാണ്. അപ്പോൾ ഫിഞ്ചറിൻ്റെ എഡിറ്റേഴ്സ് ചെയ്യുമെന്ന് ഞാൻ കേട്ടിട്ടുള്ള ഒരു പരിപാടിയുണ്ട്. അതെനിക്കൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് പരിപാടിയായിട്ട് തോന്നി. എന്ന് പറയുന്നത് സ്പ്ലിറ്റ് കോമ്പിങ് എന്ന് പറയുന്നൊരു പ്രോസസ്സാണ്. ഇതെന്ന് പറയുന്നത് നമുക്ക് മൾട്ടിപ്പിൾ ടേക്സിൽ നിന്ന് പെർഫോമൻസ് കമ്പൈൻ ചെയ്തെടുക്കാം. അതായത് നമ്മൾ ഒരു 3 ടേക്കുണ്ട്, അതിനകത്ത് ഇപ്പോൾ 3 പേര് ഒരു സീനിൽ നിൽക്കുന്നുണ്ട്, അവരൊന്നും ഓവർലാപ്പ് ചെയ്യാതെയൊക്കെയാണ് ഇരിക്കുന്നതെന്നുള്ളൊരു പ്രത്യേക രീതിയിലാണ് അവരിയ്ക്കുന്നതെങ്കിൽ, ഇപ്പോൾ സോഷ്യൽ നെറ്റ്വർക്ക് ഫോർ എക്സാമ്പിൾ, അങ്ങനെ ഒരു പടത്തിനകത്തെ അവർ അവരുടെ പല കോൺവെർസേഷൻ സീൻസും എടുത്തു കഴിഞ്ഞാൽ ആരും ഓവർലാപ്പ് ചെയ്യാതെ ഇരിക്കുന്നത്, എൻ്റെ ഷോർട്ട് ഡിവിഷനൊക്കെ അങ്ങനെ. അപ്പോൾ അങ്ങനത്തെ ഒരു സീനിൽ 2 ആൾക്കാരുടെ പെർഫോമൻസ് അല്ലെങ്കിൽ 3 പേരുടെ പെർഫോമൻസ് പല ടേക്കിലായിരിക്കും ചിലപ്പോൾ ബെറ്റർ. ഇപ്പോൾ അതിനകത്ത് എനിക്ക് ഏറ്റവും സൈറ്റ് ചെയ്യാൻ പറ്റുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് സോഷ്യൽ നെറ്റ്വർക്കിലെ റോണി മാറയും ജെസ്സി ഐസൻബർഗും ബ്രേക്കപ്പ് സീനുണ്ട് അവരുടെ. അപ്പം ഈ ബ്രേക്കപ്പ് സീനിൽ ഭയങ്കര ഫാസ്റ്റായിട്ടാണ് ഡയലോഗ്സ് വരുന്നത്. മറ്റേ ആൾ പറഞ്ഞ് തീരുന്ന ആ എഡ്ജിൽ അടുത്ത ആൾ പറഞ്ഞു തുടങ്ങും. അപ്പോൾ ഈ കൺസ്ട്രക്റ്റ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. Because it is exhausting. Dating you is like dating a stairmaster. All I meant is that you're not likely to currently. I wasn't making a comment on your parents. I was just saying that you go to BU. I was stating a fact. That's all. And if it seemed rude, then of course I apologize. I have to go study. You don't have to study. Why do you keep saying I don't have to study? Because you go to BU. കാരണം ഈ സക്കർബർഗിൻ്റെ ക്യാരക്ടറിനെ ഇത്രയും ബുദ്ധിമാൻ, അവന് ആലോചിക്കാൻ പോലും സമയം വേണ്ട, അത്ര മിടുക്കനാണെന്ന് മനസ്സിലാവുന്നത്. പക്ഷെ നമ്മുടെ അഭിനയിക്കുന്ന ആക്ടറിനെ സംബന്ധിച്ച് അത്രയും സ്പീഡിൽ ചിലപ്പോൾ പറയാൻ പറ്റണമെന്നില്ല. 1 സെക്കൻഡോ 2 സെക്കൻഡോ ഡീലേ ഒക്കെ വന്നുകൂടായികയില്ല. പക്ഷേ എഡിറ്റിൽ ഈ പെർഫോമൻസിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഈ ഒരു അപ്രോച്ചാണ് ഉപയോഗിച്ചേക്കുന്നത്. അതായത് ഇതിനകത്തെ ജെസ്സിൻ്റെ പെർഫോമൻസിനെ അവർ മാസ്ക് ചെയ്ത് ഒരു 2 സെക്കൻഡ്സ് അങ്ങ് കട്ട് ചെയ്ത് അഡ്വാൻസ് ചെയ്ത്, അപ്പോൾ ഈ പുള്ളിക്കാരി പറഞ്ഞു തീരുന്നതും ഇത് തുടങ്ങും, എന്നിട്ട് കട്ട് ചെയ്ത് പോവാണല്ലോ. ഇതൊരു വളരെ ഫാസ്റ്റായിട്ട് പോകുന്നൊരു സീനുമാണ്. അപ്പോൾ അങ്ങനെ ഇത് ഇടിച്ചിടിച്ച് നിൽക്കുന്ന പോലെ ഞാൻ ഇതേ അപ്രോച്ചാണ് എനിക്ക് ആക്ച്വലി ഇതൊരു സിനിമ ചെയ്യാനായിട്ടുള്ള. ഗൗതമൻ്റെ രഥം എന്ന് പറയുന്ന സിനിമ ആനന്ദ് ചെയ്തപ്പോഴത്തേക്ക് ആനന്ദ് എനിക്ക് ഈ സീൻ ബ്രീഫ് ചെയ്ത് തന്നത് ഇതുപോലെയാണ് ബ്രീഫ് ചെയ്ത് തന്നത്. അന്നാണ് ഞാൻ ഈ സീനിനെ പറ്റി, സോഷ്യൽ നെറ്റ്വർക്കിനെ സീൻ ഓർത്തിട്ട് ഞാൻ അതേ സിമിലർ അപ്രോച്ചാണ് ഗൗതമൻ്റെ രഥത്തിലും അപ്ലൈ ചെയ്തേക്കുന്നത്. കാരണം നീരജ് ചെയ്യുന്ന ക്യാരക്ടർ ഈ പുണ്യ പറയുന്നത് അങ്ങ് തീർക്കാൻ സമ്മതിക്കത്തില്ല, അവന് ഇടിച്ചിടിച്ച് സംസാരിക്കും. പക്ഷെ സംഭവം സത്യം, നീ വളർന്ന പോലത്തെ ഒരു സാഹചര്യം ഒന്നും എനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയൊന്നുമില്ല. ഇത് ഇതുപോലെ അല്ല കൊണ്ടുപോകേണ്ടത്. അതെ, ഇതിങ്ങനെയല്ല കൊണ്ടുപോകേണ്ടത്. അതിന് നിന്റെ അച്ഛനും പറഞ്ഞു, ഇതിങ്ങനെ കൊണ്ടുപോകേണ്ട കാര്യമേ ഇല്ല. ഞാൻ പറഞ്ഞോട്ടെ ഗൗതമ, നീ എന്താ പറയാൻ പോകുന്നത്? അപ്പോൾ പലപ്പോഴും ഈ പെർഫോമൻസിനെ ഞാൻ ഇങ്ങനെ സ്പ്ലിറ്റ് കോംബ് പോലൊരു പരിപാടിയിൽ എനിക്കത് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റി. എനിക്ക് തോന്നുന്നു ഞാനത് അത്ര എക്സ്റ്റെൻസീവായിട്ട് ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ ചില വൈഡ് ഷോട്ടുകളിലൊക്കെ അല്ലെങ്കിൽ ചില 2 ഷോട്ടുകളിലൊക്കെ അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു.